നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് സീസൺ 7 റിവ്യൂ ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോണത് വളരെ രസകരമായുള്ള സംഭവങ്ങളാണ് ഇതിലേക്ക് നടക്കുന്നത്. ഓരോരുത്തരും ഓരോ കുഴിയെ ചെന്ന് ചാടും, പിന്നെ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കിടന്ന് കാണിക്കുന്ന കാലുപിടുത്തം കൈപിടുത്തക്കിന്. അപ്പോൾ അത് കുഴിയെ ചാടാണ്ട് നോക്കിയാൽ പോരെ, എന്തിനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞു വന്നത് അപ്പാനിയുടെ കാര്യമാണ്. അപ്പാനി എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസ് ട്രാക്കിൽ പെടുത്തിയിരിക്കുന്നത്. ട്രാക്കിൽ പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടക്കുന്ന വഴക്കിൻ്റെ മൂല കാരണം ഷാനവാസിന് അവിടെ ഒരാൾ പോലും സ്ത്രീകളായിട്ട് അടുത്ത് ഇടപഴകുന്നതോ സ്ത്രീകളായിട്ട് സംസാരിക്കുന്നതോ കൊഞ്ചിക്കുഴയുന്നതോ ഒന്നും അവന് കണ്ടുകൂടാ. അവന് അസൂയരെ അങ്ങത്തല്ല. അതുപോലെ തന്നെ അനുവിനും ആണുങ്ങളായിട്ട് കൊഞ്ചിക്കുഴയാനോ വർത്തമാനം പറയാനോ അനുവിന് കുരുപൊട്ടും. അനുവിന് എന്തും ആവാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആരും ആവരുത്. എല്ലാവരും അനുവിനെ ചുറ്റിപ്പറ്റി നിൽക്കണം. അപ്പോൾ ഗിസേലിനെ ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഉരുപൊട്ടും. അതേപോലെ ഇനി നമ്മുടെ ഷാനവാസിൻ്റെ കാര്യം, അവൻ ഒരു സീരിയലിൽ അഭിനയിച്ചു, പിന്നെ മോഹൻലാലിൻ്റെ കൂടെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു, രുദ്രൻ എന്നുള്ളൊരു കഥാപാത്രം കിട്ടി. അപ്പോൾ ആ ഒരു രുദ്രനായിട്ട് കളിക്കുന്നവൻ അവിടെ വഷളതരമായിട്ടുള്ള കളീനെ അവൻ കളിക്കുന്നതൊക്കെ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കുടുംബം നശിപ്പിക്കാൻ, അപ്പാനിയുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത്. ബിൻസി പോയി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വെച്ച് അവസാനിച്ചു. ബിൻസിക്ക് അവരായിട്ട് വളരെയധികം സ്നേഹത്തിലാണെന്നു. ഇനിയിപ്പോൾ അവർ ആങ്ങളെയും പെങ്ങളായിട്ട് സ്നേഹിക്കുകയാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സാണോ ഇതൊന്നും നമുക്കറിയില്ല. അവരങ്ങനെ നമുക്ക് ബിഗ് ബോസ് അങ്ങനെ അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വലിയ സ്നേഹത്തിൽ വർത്തമാനം പറയുമോ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ അവർ കുറേ നേരമൊക്കെ അവരൊന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ അതും വെച്ചിട്ട് നമ്മുടെ ഷാനവാസ് കളിക്കാൻ തുടങ്ങുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടാ, നിൻ്റെ ബിൻസി നീയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കൃത്യം തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ആ തെളിവ് ഞാൻ കൊടുക്കും. ലാലേട്ടൻ വരുമ്പോൾ ഞാൻ ആ തെളിവ് ഞാൻ കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതിൽ അപ്പാനി ശരത്ത് ആകെ തകർന്നു പോയി. അപ്പാനി ശരത്ത് ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അപ്പാനി ശരത്ത് ഇപ്പോൾ അവിടെ നിൽക്കണമെങ്കിലും തീമ ചവിട്ടി നിൽക്കണ പോലെ നിൽക്കുന്നത്. കുടുംബത്തിലുള്ള ഭാര്യയും മക്കളും എന്ത് വിചാരിക്കും, അതുപോലെ തന്നെ പ്രേക്ഷകരെന്ത് വിചാരിക്കും, വോട്ട് കുറയോ, അതുപോലെ തന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും, പരിചയക്കാരെന്ത് വിചാരിക്കും, ആകെ പെട്ടിരിക്കാൻ അപ്പാനി ശരത്ത്. പിന്നെ ഷാനവാസിൻ്റെ ഈ വെല്ലുവിളി, ഷാനവാസിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെല്ലുവിളിക്കുകയോ അതെനിക്കറിയില്ല. അപ്പോൾ ആ വെല്ലുവിളി കൂടിയിട്ട് നമ്മുടെ അപ്പാനി ആകെ തകർന്ന് തരിപ്പണായി. അപ്പാനിക്ക് ഇപ്പോൾ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ വരുമ്പോഴേക്കും ഈ നമ്മുടെ ഷാനവാസിനെ കുപ്പിയിലാക്കണം. അതിന് വേണ്ടിയിട്ട് പലരും ഇറക്കുന്നുണ്ട്. ആദ്യം ഇറക്കിയത് ആരാണ്? നമ്മുടെ ആതിരേനെയും നൂരേനെയും ഇതിനു വേണ്ടി ഇറക്കി. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഷാനവാസിനോട് പോയി സംസാരിക്കുന്നത്. അവസാനം പോയി പണിയൊക്കാൻ പറയും. അവനായിട്ട് യാതൊരു ബന്ധമില്ല. അവൻ്റെ മേലെ ഞാൻ കളിക്കും, അവനോടൊന്ന് പുറത്താക്കിയിട്ട് ഞാൻ വേറെ വഴിയുള്ളൂ എന്നാണ് മൂപ്പര് പറയണത്. അപ്പോൾ അതൊന്നും ഒത്തുതീർപ്പിലും അതുപോലെ തന്നെ ഒരു കോംപ്രമൈസിലൊക്കെ എത്താനായിട്ട് അപ്പാനി പോയി കാല് പിടിക്കുന്നുണ്ട്, ഒരുപാട് താഴ്ന്ന് സംസാരിക്കുന്നുണ്ട്. നീ എൻ്റെ ഫ്രണ്ടാണ്, ഇതൊരു ടാസ്ക്കായിട്ട് കാണും, നീ വൈരാഗ്യം മനസ്സിൽ വെക്കരുത്, എന്തൊക്കെയുണ്ടെങ്കിലും ഷാനവാസിന് വൈരാഗ്യം തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്നലെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആരെയാണ്? നമ്മുടെ അപ്പാനി ശരത്തും നമ്മുടെ ഈ ഇവളുമായിട്ടുള്ളൊരു റേഡിയോ ജോക്കിയായിട്ടുള്ളൊരു വീഡിയോ പുറത്തിറങ്ങി. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു എന്താ നമുക്ക് ഇതിനും കളിച്ചു നോക്കാം പക്ഷെ ഷാനവാസ് അവൾക്കാണെങ്കിൽ ചാൻസ് ഇങ്ങനെ പോകും മറ്റേ സാധനത്തെ പിടിച്ചിരിക്കണം പറഞ്ഞു വിചാരിച്ചൊന്നും ചെറുതെല്ലാം കുട്ടി അപ്പോൾ വീഡിയോ കേട്ടില്ലേ? നിങ്ങൾ പറയും ഇതിലെന്തുണ്ട്? ഇതിലൊരു ചുക്കുമില്ല. ഇത് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ബാത്റൂമിൽ വെച്ചിട്ട് ബാത്റൂമിൻ്റെ പുറത്തും അകത്തും വെച്ച് എന്തൊക്കെയോ സംസാരിച്ചു എന്ന് പറയേണ്ടത് ഇതിന് മുമ്പ് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരാളെ കുരിശുമ കയറ്റാനുള്ള തെളിവുകളല്ല. ഇതിനു മുമ്പുള്ള അവിടെ സീസണിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പാനി വെറും ശിശു. അവനൊരിക്കലും നമുക്കൊരു പെണ്ണുപിടിയനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെ വായു ഒലിപ്പിച്ച് നടക്കുന്ന ആളായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ കുറച്ച് അഹങ്കാരം കൂടുതലാണ് ഷാനവാസിനും
അപ്പാനിക്കും കുറച്ച് അഹങ്കാരം കൂടുതലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തരായിട്ടാണ് ഇപ്പോൾ കളികൾ നടക്കുന്നത്. അതേ സ്ഥാനത്ത് കുറേ വാഴകളുണ്ട്. അനു ഒരു ആമയായിട്ട് വാഴയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാരിക, സാബു, സരിക, അതുപോലെ ഫാത്തിമ, ശൈത്യ സുരേഷ്, ഇതൊക്കെ വാഴകളാണ്. ഇവർ സ്പർശിക്കുന്ന പോലുമില്ല. ഇവരൊന്നും ഇതിൽ വരുന്ന പോലുമില്ല, നോമിനേഷനിൽ വരുന്ന പോലുമില്ല. കാരണം എന്താ, ഇവർക്ക് പുറത്താക്കേണ്ടത് ശക്തരായുള്ള ആൾക്കാരുണ്ട്. ശക്തരായുള്ള ആൾക്കാർ പുറത്തു പോയവനെ ഈ ശിശുക്കളെ നമുക്ക് കുപ്പിയിലാക്കാന്നവർക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തരായിട്ടാണ് കളിക്കുന്നത്. ശക്തരായിട്ട് ഒന്നുമില്ലെങ്കിൽ അപ്പാനി പോകണം, അല്ലെങ്കിൽ ഷാനവാസ് പോകണം. ഇവർ രണ്ടാളും ഒരാൾ പോണത് ഒരാൾക്ക് ഗുണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ തമ്മിലുള്ള ഇല്ലാത്ത കഥകളും പറഞ്ഞ് തിക്കും തിരക്കും കൂട്ടണതും ഇവൻ്റെ മേലെ കുതിര കയറുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന വീഡിയോയിൽ ഒന്നുമില്ല. അവർ തമ്മിൽ സംസാരിക്കുന്നത്, അവർ തമ്മിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം. അതിലെന്താ ഉള്ളത്? അതിന് ഇത്രയധികം ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ അപ്പാനി തന്നെ ചെന്നൊന്ന് ഇരുന്നിട്ട് നമ്മുടെ രേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് ചേച്ചി, ഇപ്പോൾ ഇത് ഞാനൊരു കാര്യം എൻ്റെ സുഹൃത്തായിട്ടും എൻ്റെ ഒരു നിങ്ങളൊക്കെ പോയാലും ഞാൻ കരയും. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഞാനൊന്ന് കരഞ്ഞു, ഒന്ന് ഹഗ് ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ പോയാലും ഞാൻ കരയേണ്ട വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് സങ്കടമുള്ള വ്യക്തിയാണ്. ഇപ്പം അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് അതിനെ റൂട്ട് മാറ്റിക്കൊണ്ട് എൻ്റെ കുടുംബം തകർക്കാനും എൻ്റെ ഭാര്യ എന്ത് വിചാരിക്കും, എൻ്റെ മക്കൾ എന്ത് വിചാരിക്കും, ആ നിലയിലേക്ക് ഈ കളി ഡൈവേർട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലാണ് അപ്പാനി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ വീഡിയോയും കൂടി പുറത്തു വന്നത്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്നത്തെ ഒരു കളിയിലും കാര്യങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ മത്സരാർത്ഥികളും കിടന്ന് കരയുന്നുണ്ട്. എന്തിനാ കരയുന്നത് അതൊന്നും ഒരു പെടുത്തില്ല. ആദ്യം കരയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പാനി കരയുന്നുണ്ട്, ഷാനവാസ് കരയുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക്, എന്തും ത്യജിക്കാൻ തയ്യാറാവുക. ടാസ്ക് എന്തും ത്യജിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ചിലപ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു വസ്തുക്കളും ഗിസേലിക്ക് കൊടുത്ത പോലെ ഒരു വസ്തുക്കളും കൊടുക്കാണ്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം ഈ ടാസ്ക്. പക്ഷെ ആ ടാസ്ക് കളിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ടാസ്കിന് വേണ്ടിയിട്ട് കരയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ കരയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പലരും നമ്മുടെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എനിക്ക് വീടായിട്ട് ഒന്ന് ബന്ധപ്പെടണം, വീട്ടുകാരായിട്ടുള്ളൊരു വീഡിയോ കാണണം, വീട്ടുകാരായിട്ടുള്ള ഒന്ന് സംസാരിക്കണം, അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി ചെയ്താലെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനോട്. ഇനിയിപ്പോൾ അവരൊക്കെ വീട്ടുകാരുടെ വീഡിയോ ഇവർക്ക് ഇട്ട് കാണിച്ചു കൊടുത്ത് നോക്കുക. ഈ ഷാനവാസിനും അപ്പാനിക്കും മറ്റുള്ള ആൾക്കാർക്കും അത്യാവശ്യക്കാർക്ക് മാത്രം ഈ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്ത് നോക്കുക. ഈ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തോട് കൂടിയിട്ട് ഷാനവാസിന് ഒരുപാട് സങ്കടം വരുന്നു വീട്ടുകാരെ കാണുമ്പോൾ. അതുപോലെ അപ്പാനിക്ക് ഒരുപാട് സങ്കടം വരും. ഇതൊക്കെ ഉഡായിപ്പും തട്ടിപ്പാണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ പ്രേക്ഷകരുടെ ഇടയിൽ വോട്ട് മാന്തിയെടുക്കാനും ഇവരൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് വീടുകളായിട്ടെന്നുള്ളൊരു കണക്കിലാണ്. ഇവരൊക്കെ യഥാർത്ഥ സ്വഭാവം ആ നാട്ടിൽ പോയാൽ വെച്ചാൽ അറിയുള്ളൂ. ഇതൊക്കെ കാണിക്കുന്ന ഇവർ അഭിനയമാണ്, ഇവരെ ടാസ്ക്കാണ്, ഇവരെ കളികളാണ്. ഇവർക്ക് ഒരാളുടെ മേലെ മേലെ കയറണം എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടി ഇവർ എന്തും ചെയ്യുക. അവിടെ എന്തൊക്കെയുണ്ടെങ്കിലും കഴിഞ്ഞ സീസണേക്കാളും ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിക്കലും ബോധപ്പൻ്റെ ഉള്ളിൽ പോകണം കേസുകളൊന്നും ഇപ്രാവശ്യം ഇല്ല. അതൊക്കെ വലിയ ആശ്വാസമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളും കുടുംബമായിട്ടിരുന്ന് കാണാമല്ലോ. പിന്നെ കുറച്ച് തെറി അനാവശ്യമൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും ലാലേട്ടൻ വന്നിട്ട് ഒന്നുകൂടി നിർത്തിക്കും. ഇവർക്ക് ആദ്യം ഇപ്രാവശ്യം കൂടുതൽ തന്തയ്ക്കുവിളിയും തള്ളയ്ക്കുവിളിയും കൂടുതൽ നടക്കുന്നത്. അത് വിളിച്ചവർക്കും കുഴപ്പമില്ല, കേട്ടവർക്കും കുഴപ്പമില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ എന്താ പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഒരു വലിയൊരു ആതിരും നൂറയ്ക്കും ഇപ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡിലും കാണിക്കുക ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതിൽ കണ്ടിട്ട് ഇവിടെ മറ്റുള്ള മത്സരാർത്ഥികൾ നിന്ന് കരയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കിന്ന് ലൈവിൽ അറിയാൻ പറ്റില്ല. നമ്മൾക്ക് പ്രമോലും കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നാണല്ലോ, ഈ രേണു, ശാരിക, ഈ സാബു, സരിക, അതുപിന്നെ റെന ഫാത്തിമ, അതുപിന്നെ ശൈത്യ സന്തോഷ്, ഇവരൊക്കെ എന്തിനാണ് അവിടെ നിർത്തി പോകുന്നത്? ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ചടുപടി പുറത്താക്കാണ്ട് ഇവരൊക്കെ ഇവിടെ സുഖവാസത്തിന് വന്നവരാണ്. ആ രേണുവിൻ്റെ കെടുപ്പും മട്ടും കാര്യങ്ങളാണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് കാണുമ്പോൾ ഏറ്റവും അധികം ബോറടിക്കുന്ന ഇവരൊക്കെ സീക്വൻസ് കാണുന്നതാണ്. ഇവരൊന്നും ഒരു അക്ഷരം മിണ്ടുമില്ല. അതുപോലെ തന്നെ ശാരിക എന്തോ പുറത്തുള്ള അഹങ്കാരം കാണിച്ചിട്ട് ഇവൾ കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ അഹങ്കാരമാണ് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു അക്ഷരം ഒരാളോടും മിണ്ടില്ല, ഒരു ടാസ്ക് കളിക്കാനും പറ്റില്ല. വെറുതെ
ഓരോ ചപ്പടാച്ചിയും പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്നെ വീണ്ടും പറഞ്ഞിരിക്കാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ഔട്ടാക്കിയാലാണ് ബിഗ് ബോസ് നമുക്ക് ഈ പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റും ഒരു സന്തോഷമൊക്കെ വരുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ശൈത്യ സന്തോഷിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കാണ്ടിരിക്കുന്നതിൽ ഒരുപാട് വിഷമം ബിഗ് ബോസിനോടുണ്ട്. അതൊക്കെ ഈ ആഴ്ചയിൽ തീർക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വാർഡുകളെയൊക്കെ പുറത്താക്കിയിട്ട് കുറച്ച് നല്ല വൈറ്റ് കാർഡുകളെ കൊണ്ടുവന്നൂടെ? എത്ര നന്നായി കളിക്കുന്ന എത്രയും ആൾക്കാർ അടിപൊളിയായിട്ട് ഇവിടെ പുറത്തുണ്ട്. ഈ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. ഒന്നുമില്ലെങ്കിൽ ബീന ആൻ്റണിയോ അല്ലെങ്കിൽ ബീന ആൻ്റണിയുടെ ഭർത്താവ് നമ്മുടെ മനോജോ വരുന്നുള്ളത്. അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ലെവൽ തന്നെ വേറെ സൈസാവും. ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യാനും ഏറ്റവും അധികം പ്രതികരിക്കാനും പറ്റിയ ആളാണ് മനോജ്. അദ്ദേഹത്തിന് ഇവിടെ വരും എന്ന് പ്രതീക്ഷിച്ച് ഓരോ സീസണും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ വന്നില്ല. പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബിഗ് ബോസിൻ്റെ ലെവൽ തന്നെ മാറിപ്പോകും. അപ്പോൾ ഇത്രയ്ക്കുള്ള എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇവരൊക്കെ എല്ലാവരും അവിടെ ചോറുണ്ട് ഇതും ചെന്ന് കുറച്ച് നാരങ്ങയുടെ കാര്യം പറഞ്ഞ് തിക്കുന്നവരക്കും ബഹളം കൂട്ട്. ആരൊക്കെയോ നാരങ്ങ കട്ട് തിന്നു, ചപ്പാത്തി കട്ട് തിന്നു, അവന് നാരങ്ങ കട്ടെടുത്തുകൊണ്ടേ തിന്നണം, അത് ജ്യൂസ് അടിക്കാൻ തയ്യനില്ല, അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ വഴക്ക് തുടങ്ങുന്നത്. ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള വഴക്കാണ്. അതൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, അതുകൊണ്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ വീണാടം വിഷ്ണുലോകം അതന്നെ. കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലി. ബിഗ് ബോസിൻ്റെ കയ്യിൽ കാശുണ്ട്. ദിവസം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടും. അവർക്ക് എന്ത് കളിച്ചാലും കിട്ടും, കളിച്ചില്ലെങ്കിലും കിട്ടും. പുറത്താക്കുന്നവരെ ഒരു കാശും കിട്ടും. പിന്നെ ഭക്ഷണം കുറച്ച് കുറവ് കിട്ടുന്നുള്ളത്. അപ്പോൾ അത് ഭക്ഷണമൊക്കെ കുറച്ച് കിട്ടുന്നത് നല്ലതാണ്. ഇവിടുന്ന് പോകുമ്പോഴേക്കും കൊളസ്ട്രോളൊക്കെ കുറഞ്ഞ് അവരുടെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്തി കിട്ടും. അത് നല്ല കാര്യമല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.